വസന്തത്തിന്റെ വരവറിയിച്ച് പ്രകൃതി കണിക്കൊന്നകളാൽ പൊൻതാനമൊരുക്കുന്ന സുന്ദരമായ വേളയാണ് വിഷു. മണ്ണും മനസ്സും ഒരുപോലെ ഉണരുന്ന ഈ കാലം മലയാളിക്ക് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന രാപ്പകലുകൾ തുല്യമായി വരുന്ന വിഷുവം എന്ന പ്രതിഭാസം പ്രകൃതിയിലെ തുല്യതയെയും സന്തുലിതാവസ്ഥയെയും ഓർമ്മിപ്പിക്കുന്നു. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഈ വിഷു സംക്രമം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. 100 നക്ഷത്രങ്ങളുടെ കരുത്തുള്ളവനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശതഭിഷക് അഥവാ ചതയം നക്ഷത്രം രാഹുവിന്റെ ആധിപത്യവും കുംഭം രാശിയുടെ സവിശേഷതകളും ചേർന്നതാണ്. ആഴക്കടലിന്റെ നിഗൂഢതയും ആകാശത്തിന്റെ വ്യാപ്തിയും ഒരുപോലെ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളവരാണ് ചതയക്കാർ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചതയം നക്ഷത്രക്കാർ അനുഭവിക്കുന്ന മാനസികവും സാമ്പത്തികവുമായ സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരക്രിയ എന്നോണമാണ് 2026 വിഷു വന്നെത്തുന്നത്. 2026 എന്ന വർഷം ലോകമെമ്പാടും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ്. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവും തൊഴിൽ മേഖലയിൽ അസ്ഥിരതയും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചതയം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ബുദ്ധിശക്തിയും ദീർഘവീക്ഷണവും കൊണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാമെന്നതിന്റെ ഉത്തരമായിരിക്കും ഈ വിഷുബലം. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിലും ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും യുക്തിയും നിങ്ങൾക്ക് കൈവരുമെന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വിഷുക്കണി കാണുന്ന ആ ശുഭമുഹൂർത്തത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകാനാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിഷുക്കൈ നീട്ടം പോലെ ചില അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട ചില നിഴൽപ്പാടുകളും ജീവിത വഴിയിൽ ഉണ്ടായേക്കാം. തൊഴിൽ രംഗത്തെ മത്സരങ്ങൾ, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തികമായ അച്ചടക്കം എന്നിവയെല്ലാം ഈ വർഷം നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലകൾ എന്തുതന്നെയായാലും കർമ്മബലത്തിലും ആത്മവിശ്വാസത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് അറിയാം. ഇരുളടങ്ങിയ പാതയിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണ് 2026 വിഷു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. മാനസികമായ കരുത്ത് ആർജിക്കാനും തളരാതെ മുന്നോട്ടു പോകാനും ഈ വിഷുബല ചിന്തകൾ നിങ്ങൾക്കൊരു വഴികാട്ടിയാകട്ടെ. സമുദ്രദേവനായ വരുണൻ അധിപനായ ചതയം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കപ്പലടുപ്പിക്കാനും ഈ വർഷം സാധിക്കും. സാമ്പത്തിക ഭദ്രത മുതൽ ആത്മീയമായ ഉന്നതി വരെ നീളുന്ന നിങ്ങളുടെ ജീവിതയാത്രയിൽ 2026 വിഷു എപ്രകാരമെല്ലാം സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ ചതയം നക്ഷത്രക്കാരനും തന്റെ സ്വത്വത്തെ തിരിച്ചറിയുന്നതിനും പോരായ്മകൾ പരിഹരിച്ച് മുന്നേറുന്നതിനുമുള്ള ഒരു മാർഗരേഖയായി ഈ സമഗ്ര ബലത്തെ കാണാവുന്നതാണ്. ഈ വിഷുക്കണി നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യം നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആത്മീയത എന്നീ മേഖലയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. 2026 വിഷു സംക്രമം മുതൽ ചതയം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അനുഭവിച്ചിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് ഈ വർഷം വലിയൊരു പരിധിവരെ ശമനമുണ്ടാകും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നിലധികം വഴികളിലൂടെ പണം കൈവരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നോ ദൂരസ്ഥലങ്ങളിൽ നിന്നോ ഉള്ള ധനാഗമം വർദ്ധിക്കും. IT, ഗവേഷണം, ഔഷധ മേഖല, കമ്മ്യൂണിക്കേഷൻ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന വർഷമാണിത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ വർഷം വളരെ അനുയോജ്യമാണ്. ഭൂമി, വീട് അല്ലെങ്കിൽ സ്വർണം എന്നിവയിൽ പണം നിക്ഷേപിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കും. എങ്കിലും ഓഹരി വിപണിയിലോ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലോ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കേണ്ടി വരും. 2026 രണ്ടാം പകുതിയിൽ പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. ആരെങ്കിലും നിങ്ങളെ വലിയ വാഗ്ദാനം ചെയ്ത് സമീപിച്ചാൽ അന്ധമായി വിശ്വസിക്കരുത്. കരാറുകളിലും സാമ്പത്തിക ഇടപാടുകളിലും ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ച് ബോധ്യപ്പെടണം. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുകകൾ ജാമ്യം നിൽക്കുന്നത് ഈ വർഷം ഒഴിവാക്കുന്നതാണ് നല്ലത്. തൊഴിൽ രംഗത്ത് ചതയം നക്ഷത്രക്കാർക്ക് 2026 ഒരു പരീക്ഷണ കാലഘട്ടവും ഒപ്പം വിജയ കാലഘട്ടവുമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കാൻ അല്പം താമസം നേരിട്ടേക്കാമെങ്കിലും ആത്യന്തികമായി വിജയം നിങ്ങളെ തേടിയെത്തും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള അസൂയയും മത്സരബുദ്ധിയും നിങ്ങളെ അല്പം അലോസരപ്പെടുത്തിയേക്കാം. ജോലിയിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഈ വർഷം സംഭവിക്കാം. അത് തുടക്കത്തിൽ പ്രയാസകരമായി തോന്നാമെങ്കിലും പിന്നീട് ഗുണകരമായി ഭവിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തണം. പുതിയ സാങ്കേതിക വിദ്യകൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ കാറ്റാണ് ഈ വർഷം വീശുന്നത്. ഉന്നത പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച മേഖലയിൽ തന്നെ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ചതയം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കൂടുതൽ ഏകാഗ്രതയോടെയുള്ള പരിശ്രമം ആവശ്യമാണ്.
കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന വർഷമാണിത്. ചതയം നക്ഷത്രക്കാരുടെ സ്വതന്ത്ര പ്രകൃതം പലപ്പോഴും പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടമാണിത്. അനാവശ്യമായ സംശയങ്ങൾ ഒഴിവാക്കി തുറന്ന സംസാരത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. വർഷത്തിന്റെ മധ്യത്തോടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ആത്മബന്ധവും സ്നേഹവും അനുഭവപ്പെടും. ദീർഘനാളായി സന്താനഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം സന്തോഷ വാർത്ത പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കുടുംബത്തിലെ മുതിർന്നവരുമായി ആലോചിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും. സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വീട്ടിൽ പുതിയ അതിഥികളുടെ വരവോ അല്ലെങ്കിൽ പുതിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതോ സന്തോഷം പകരും. ചതയം നക്ഷത്രക്കാർ സ്വതവേ തത്വചിന്തകരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമാണ്. 2026 വിഷുബലം അനുസരിച്ച് നിങ്ങളുടെ ആത്മീയ തേജസ് വർദ്ധിക്കുന്ന കാലമാണിത്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി മനഃശാന്തിക്ക് നിങ്ങൾ പ്രാധാന്യം നൽകും. ആത്മീയതയിൽ ഏർപ്പെടാനും അവസരം ലഭിക്കും. ധ്യാനം, യോഗ എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. കുലദൈവ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഈ വർഷം സമയം കണ്ടെത്തുന്നത് സർവ്വവിഘ്നങ്ങളും നീങ്ങാൻ സഹായിക്കും. ചില സമയങ്ങളിൽ അകാരണമായ ഭയമോ ഉത്കണ്ഠയോ നിങ്ങളെ അലട്ടിയേക്കാം. രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ അമിത ചിന്ത നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പോസിറ്റീവായി ചിന്തിക്കുന്ന സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് ഗുണകരമാകും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും മന്ത്രജപവും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ 2026 ചതയം നക്ഷത്രക്കാർക്ക് കരുതൽ ആവശ്യമാണ്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായി വരും. വാദം, സന്ധിവേദന അല്ലെങ്കിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കി പോഷകാഹാരങ്ങൾ ശീലമാക്കണം. കൃത്യമായ വ്യായാമം മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഴയകാല അസുഖങ്ങൾ അല്പം ബുദ്ധിമുട്ടിച്ചേക്കാമെങ്കിലും ശരിയായ ചികിത്സയിലൂടെ അവ ഭേദമാക്കാൻ സാധിക്കും. യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ധൃതിയിലുള്ള യാത്രകൾ ഒഴിവാക്കുക. രാത്രികാല ഡ്രൈവിംഗിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി എന്നീ വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് ഈ വർഷം പുരോഗതിയുടെ കാലമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഠിന പ്രയത്നം ആവശ്യമാണ്. ഗവേഷകർക്ക് തങ്ങളുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെടാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പദവിയും വർദ്ധിക്കും. സന്നദ്ധ സംഘടനകളിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ സജീവമാകാൻ നിങ്ങൾക്ക് സാധിക്കും. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനിടയുണ്ട്. എങ്കിലും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. 2026 വിഷുക്കൈനീട്ടം ചതയം നക്ഷത്രക്കാർക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും വിഷുവിന് ശേഷമുള്ള മാസങ്ങൾ ക്രമേണ അനുകൂലമായി മാറും. അനുകൂല മാസങ്ങൾ നോക്കുമ്പോൾ ചിങ്ങം, വൃശ്ചികം, കുംഭം, മീനം. ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ മിഥുനം, കന്നി, ധനു. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക. തൊഴിൽ രംഗത്ത് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. ചതയം രാഹുവിന്റെ നക്ഷത്രമായതിനാൽ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ആയില്യം നക്ഷത്ര ദിവസമോ മറ്റോ സർപ്പബലിയോ നൂറുംപാലും നിവേദ്യമോ നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ധാര, പിൻവിളക്ക് എന്നിവ വഴിപാടായി കഴിക്കുകയും ചെയ്യുന്നത് കുംഭരാശിക്കാരായ ചതയം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. ശനിയാഴ്ചകളിൽ നിർധനരായവർക്ക് കറുത്ത വസ്ത്രമോ എള്ളോ ദാനം ചെയ്യുന്നത് കണ്ടകശനി പോലുള്ള ദോഷഫലങ്ങളെ ലഘൂകരിക്കും. ഓം നമഃശിവായ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് മനസ്സിന് ധൈര്യവും ഉന്മേഷവും നൽകും. 2026 വിഷുബലം ചതയം നക്ഷത്രക്കാർക്ക് വലിയ അവസരങ്ങളുടെ കവാടമാണ് തുറക്കുന്നത്. വെല്ലുവിളികളെ ധീരമായി നേരിടാനുള്ള നിങ്ങളുടെ മനക്കരുത്ത് തന്നെയാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ കുതിച്ചുചാട്ടത്തിന് സാധ്യതയുള്ള ഈ കാലയളവിൽ കുടുംബത്തിന്റെയും പങ്കാളിയുടെയും പിന്തുണ ഉറപ്പാക്കുക. ഒരു പുതിയ ജീവിതശൈലി രൂപപ്പെടുത്താനും ആത്മവിശ്വാസത്തോടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനും ഈ വിഷുക്കാലം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. ശുഭകരമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു.